ഹായ് ഫ്രണ്ട്സ്, നാടനടുക്കള യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ടങ്ങ് പോയേക്കാം. ഇത്തിരി കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ ഉള്ളിത്തണ്ട് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉള്ളിത്തണ്ടൊക്കെ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലുണ്ടാകുന്ന ഒരു പൂവുണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെയുള്ള ഒരു പൂ ഇതുപോലെ മുകളിലായിട്ട് വരും. ഇതങ്ങെടുത്ത് കളഞ്ഞേക്കണം. അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ട് വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് നമുക്ക് കടുക് വറക്കാൻ വേണ്ടി ആണ് ഈ വറ്റൽമുളക് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് 2 മുട്ട ആവശ്യമുണ്ട്. അതുപോലെ പച്ചമുളക്, ചെറിയ ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, തേങ്ങ, ഇതൊരു അരമുറി തേങ്ങയുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയാണ് നമുക്കിത് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ ഉള്ളിത്തണ്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് ചതച്ചിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മുട്ട 2 മുട്ടയുടെ പൊട്ടിച്ച് പാത്രത്തിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടിയാണെങ്കിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളിത്തണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാവേ. അപ്പോൾ നമ്മളതിൻ്റെ മൂടി ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷമേ തോരനൊക്കെ ഉണ്ടാക്കാവൂ. നമ്മൾ അരപ്പ് ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. അരപ്പിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് ഇളക്കാം. അപ്പോൾ അരപ്പിനകത്ത് വെള്ളമൊക്കെ ഇതിനകത്തൊന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്കോട്ട് ഈ മുട്ട അങ്ങ് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും അതേപോലെ തന്നെ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളിത്തണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഉള്ളിത്തണ്ട് മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിലും കാണാം.